ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെഡഗോജി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 5-ാമത്തെ യൂണിറ്റാണ്. 5-ാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഇൻസ്ട്രക്ഷണൽ മീഡിയ എന്നറിയപ്പെടുന്നത്. ഇൻസ്ട്രക്ഷണൽ മീഡിയ എന്നാൽ മലയാളത്തിൽ പ്രബോധന മാധ്യമമെന്നും നിർദ്ദേശങ്ങൾ നൽകുന്ന മാധ്യമം അല്ലെങ്കിൽ നിർദ്ദേശ മാധ്യമം എന്നുമൊക്കെയാണ് എന്ത് ചെയ്യുന്നത് മലയാളത്തിൽ അറിയപ്പെടുന്നത്. സോ വിശദമായി ഇൻസ്ട്രക്ഷണൽ മീഡിയകളെക്കുറിച്ച് വിശദമായി നമുക്ക് ഈ അധ്യായത്തിലൂടെ നോക്കാം. ആദ്യമായി പറയുന്നു ഇൻസ്ട്രക്ഷണൽ മീഡിയ എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷണൽ മീഡിയ റെഫേഴ്സ് ടു വേരിയസ് ടൂൾസ്, റിസോഴ്സസ് ഓർ മെറ്റീരിയൽസ് യൂസ് ടു സപ്പോർട്ട് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വ്യത്യസ്തമായിട്ടുള്ള ടൂളുകൾ, വ്യത്യസ്തമായ റിസോഴ്സുകൾ അഥവാ വിഭവങ്ങൾ, വ്യത്യസ്തമായ മെറ്റീരിയലുകൾ, ഇവയെ എല്ലാം നമുക്ക് ഇൻസ്ട്രക്ഷണൽ മീഡിയ അഥവാ പ്രബോധന മാധ്യമങ്ങൾ എന്ന് വിളിക്കുവാൻ സാധിക്കും. സോ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന വ്യത്യസ്തമായ ടൂൾസ്, റിസോഴ്സുകൾ, മെറ്റീരിയലുകൾ, ഇവയെ മൊത്തത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? ഇൻസ്ട്രക്ഷണൽ മീഡിയ എന്ന് വിളിക്കുവാൻ സാധിക്കും. നമുക്കറിയാം ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്, ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ് ഇൻവോൾവ്സ് ഡിഫറെൻറ്റ് കോമ്പോണൻസ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിൽ ഒരുപാട് കോമ്പോണൻസ് ഉണ്ട്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായി ഒരു ടീച്ചർ വ്യത്യസ്തമായിട്ടുള്ള കോമ്പോണൻസുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കോമ്പോണൻസിനെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഫോർ ദ പർപ്പസ് ഓഫ് എഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, എ ടീച്ചർ ഷുഡ് യൂസ് വേരിയസ് ടൂൾസ്, വേരിയസ് മെത്തേഡ്സ്, വേരിയസ് സ്റ്റൈൽസ്. അപ്പോൾ വ്യത്യസ്തമായ ടൂളുകൾ, മെത്തേഡുകൾ, സ്റ്റൈലുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു കാര്യക്ഷമമായ രീതിയിലുള്ള ടീച്ചിങ് സാധ്യമാവുകയുള്ളൂ. സോ ഫോർ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വ്യത്യസ്തമായ ടൂളുകളെ, റിസോഴ്സുകളെ, മെറ്റീരിയൽസിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ അത്തരത്തിലുള്ള എല്ലാത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഇൻസ്ട്രക്ഷണൽ മീഡിയ അഥവാ പ്രബോധന മാധ്യമം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇൻസ്ട്രക്ഷണൽ മീഡിയ മീൻസ് all devices and materials used in teaching and learning process, which includes not only electronic communication media but also such as devices including slides, photographs, chart, real object, etc. സോ ഇൻസ്ട്രക്ഷണൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിലെന്ത് ചെയ്യുന്നു? ഒരു അധ്യാപകൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായി ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട്, നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രബോധന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് ഉപയോഗപ്പെടുത്തുന്നത്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ വ്യത്യസ്തമായ ഡിവൈസുകളും വ്യത്യസ്തമായ മെറ്റീരിയലുകളും എന്ത് ചെയ്യുന്നു? ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വ്യത്യസ്തമായ ഉപകരണങ്ങളും വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയലുകളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് മാത്രമല്ല. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് എന്ത് ചെയ്യുന്നു? നമ്മൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായി ഓരോ അധ്യാപകരും ഉപയോഗിക്കുന്നുണ്ട്. അതിന് പുറമേ മറ്റുള്ള പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ലൈഡുകൾ, ഫോട്ടോഗ്രാഫ്സ്, ചാർട്ട്, റിയൽ ഒബ്ജക്റ്റ്, ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സോ ഇതൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. സപ്പോർട്ടീവ് ആയിട്ടുള്ള ടൂള്, റിസോഴ്സ്, മെറ്റീരിയൽസാണ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൂൾസ്, റിസോഴ്സ്, മെറ്റീരിയലാണ് ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് എന്ന് ഓർത്തു വെക്കുക. ദിസ് മീഡിയ, ഈ മാധ്യമങ്ങൾ ഹെൽപ്പ് ഫെസിലിറ്റേറ്റ് ദ ഡെലിവറി ഓഫ് കണ്ടൻറ്റ്. ഒരു കണ്ടൻറ്റിനെ, ഒരു ഉള്ളടക്കത്തെ ഏറ്റവും നല്ല രീതിയിൽ ഡെലിവർ ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് സഹായിക്കുന്നു. പിന്നെയോ എൻഹാൻസ് അണ്ടർസ്റ്റാൻഡിങ്, എന്ത് ചെയ്യുന്നു? ഒരു കാര്യത്തെ, കുട്ടികൾക്ക് ഒരു കൺസെപ്റ്റിനെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. പിന്നെയോ പ്രൊമോട്ട് എൻഗേജ്മെൻറ്റ് ഇൻ ലേണിംഗ് പ്രോസസ്സ്, പഠന പ്രക്രിയയിൽ എന്ത് ചെയ്യുന്നു? എൻഗേജ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതിനെന്ത് ചെയ്യുന്നു? ആ പ്രക്രിയയിൽ എന്ത് ചെയ്യുന്നു? കുട്ടികളെല്ലാം ആ പ്രക്രിയയിലായിരിക്കുന്നു, അതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണെന്ത്? ഇൻസ്ട്രക്ഷണൽ മീഡിയ എന്ന് പറയുമ്പോൾ ഓർത്തു വയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഇൻസ്ട്രക്ഷണൽ മീഡിയയിൽ എന്തെല്ലാം തരത്തിലുള്ള മീഡിയകളുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. There are different types of instructional medias are used by teachers in teaching learning process for effective learning teaching process. കാര്യക്ഷമമായിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകർ അവരുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്.
Different instructional medias or different combinations of instructional medias are used by the teachers in teaching learning process. ഓക്കെ, ഏതെല്ലാമാണ് ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പറയുന്ന ഏതാണ്? പ്രിൻറ്റഡ് റിസോഴ്സസ് ആണ്. പ്രിൻറ്റഡ് റിസോഴ്സസ് ഓർ പ്രിൻറ്റ് മീഡിയ, പ്രിൻറ്റ് ഇൻസ്ട്രക്ഷണൽ മീഡിയ ഓർ പ്രിൻറ്റ് റിസോഴ്സ് മീഡിയ. ഓക്കെ, വ്യത്യസ്തമായ പ്രിൻറ്റ് റിസോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ അധ്യാപകർ. എന്തെല്ലാമാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ദ ടെക്സ്റ്റ് ബുക്ക്. ആദ്യമായിട്ടുള്ള ഒരു പ്രിൻറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, പ്രിൻറ്റ് മീഡിയ എന്ന് പറയുന്നത് ഏതാണ്? ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്ക് ഈസ് ദ വൺ ഓഫ് ദി പ്രൈമറി റിസോഴ്സ്, പ്രൈമറി മെറ്റീരിയൽ, പ്രൈമറി ഇൻസ്ട്രക്ഷണൽ മീഡിയ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ മീഡിയ ആണ്. അതുപോലെ ഹാൻഡ് ഔട്ട്സ്, പലപ്പോഴും എന്ത് ചെയ്യാം, ടീച്ചേഴ്സ് ഉപയോഗിക്കുന്നതാണ് ഹാൻഡ് ഔട്ടുകൾ, എന്ത് ചെയ്യും, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ വർക്ക് ഷീറ്റ്സ്, ടീച്ചേഴ്സ് എന്ത് ചെയ്യും, കുട്ടികൾക്ക് വർക്ക് ഷീറ്റുകൾ എന്ത് ചെയ്യാറുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതെന്താണ്? ഒരു പ്രിൻറ്റ് മീഡിയമാണ്. അതുപോലെ മാനുവൽസ്, അതുപോലെ ഫ്ലാഷ് കാർഡുകൾ, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗപ്പെടുത്താറുണ്ട്. ദീസ് ആർ ദ ട്രഡീഷണൽ ഫോംസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ മീഡിയ ദാറ്റ് പ്രൊവൈഡ് റിട്ടൺ ഇൻഫർമേഷൻ ഓർ ഇൻസ്ട്രക്ഷൻ. എഴുത്തു രൂപത്തിലുള്ള ഇൻഫോർമേഷൻസും ഇൻസ്ട്രക്ഷനുകളും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഇൻസ്ട്രക്ഷണൽ മീഡിയാസാണ് ഇത്, ഈ പറയപ്പെടുന്ന പ്രിൻറ്റ് മീഡിയാസ്. ടെക്സ്റ്റ് ബുക്ക്, ഹാൻഡ് ഔട്ട്സ്, വർക്ക് ഷീറ്റ്സ്, മാനുവൽസ്, ഫ്ലാഷ് കാർഡ്സ് പോലെയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഉദാഹരണങ്ങളായിട്ട് പറയാം. അടുത്തതാണ് ഓഡിയോ മീഡിയ എന്നറിയപ്പെടുന്നത്. ഓഡിയോ ഇൻസ്ട്രക്ഷണൽ മീഡിയാസ്, ശബ്ദരൂപത്തിലുള്ള ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് എന്ത് ചെയ്യും, അധ്യാപകർ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഉപയോഗിക്കാറുണ്ട്. ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ദ ടീച്ചർ മേ യൂസ് ഓഡിയോ ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് ഫോർ സപ്പോർട്ടിംഗ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓഡിയോ ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് എന്ത് ചെയ്യാറുണ്ട്, അധ്യാപകർ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓഡിയോ റെക്കോർഡിങ്സ്, ഏതെങ്കിലും ശബ്ദശകലങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പോഡ്കാസ്റ്റുകൾ, ഓഡിയോ ലെക്ചേഴ്സ്, ഇവയൊക്കെ എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഓഡിയോ മീഡിയാസ് എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായി ഉപയോഗിക്കാറുണ്ട്. ദിസ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ലേൺ ത്രൂ ലിസണിങ്. കേട്ടുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുവാൻ, കേട്ടുകൊണ്ട് പഠനം സാധ്യമാക്കുവാൻ ഇതെന്ത് ചെയ്യുന്നു, വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. പിന്നെയോ ക്യാൻ ബി യൂസ് ടു എക്സ്പ്ലെയിൻ കൺസെപ്റ്റ്, നരേറ്റ് സ്റ്റോറീസ് ആൻഡ് പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻസ്. ഓഡിയോ മീഡിയാസിനെ, ഓഡിയോ ഇൻസ്ട്രക്ഷണൽ മീഡിയാസിനെ, ഓഡിയോ ടേപ്പുകളെ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് കൺസെപ്റ്റുകളെ എക്സ്പ്ലെയിൻ ചെയ്യാം, കൺസെപ്റ്റുകളെ വിശദമാക്കാം. പിന്നെയോ നരേറ്റ് സ്റ്റോറീസ്, കഥകൾ നരേറ്റ് ചെയ്യാൻ പറ്റും, കഥകൾ അവതരിപ്പിക്കാൻ സാധിക്കും. പിന്നെയോ പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻ, ആവശ്യമായ നിർദ്ദേശങ്ങൾ ഓഡിയോ ഇൻസ്ട്രക്ഷണൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഓഡിയോ മീഡിയാസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് നൽകുവാൻ സാധിക്കും. അടുത്ത ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് ആണ് വിഷ്വൽ മീഡിയ എന്നറിയപ്പെടുന്നത്. നമ്മൾ കാഴ്ചകളിലൂടെ എന്ത് ചെയ്യുക, വിഷ്വലായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കൺസെപ്റ്റുകളെ മനസ്സിലാക്കി തരുന്നതാണിത്. വിഷ്വൽ ഇൻസ്ട്രക്ഷണൽ മീഡിയ, അതായത് വിഷ്വൽ മീഡിയകൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇമേജസ്, ചിത്രങ്ങൾ, ചാർട്ടുകൾ, ഗ്രാഫ്, ഡയഗ്രംസ്, പോസ്റ്റേഴ്സ്, അതുപോലെ പുതിയ ഇൻഫോഗ്രാഫിക്സ്, ഇവയൊക്കെ എന്ത് ചെയ്യാം, വിഷ്വൽ മീഡിയയിൽ ഉൾപ്പെടുന്നവയാണ്. ഇവയെല്ലാം ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വിഷ്വൽ മീഡിയ ഹെൽപ്പ് ക്ലാരിഫൈ കോംപ്ലക്സ് കൺസെപ്റ്റ് ആൻഡ് ആർ പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ വിഷ്വൽ ലേണേഴ്സ്. വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റുകളെ ക്ലാരിഫൈ ചെയ്യുവാൻ, വ്യക്തമാക്കുവാൻ, വിശദമാക്കുവാനൊക്കെ നമുക്ക് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ വിഷ്വൽ ലേണേഴ്സ്, ഇത് വളരെയധികം ഉപകാരപ്രദമാകുന്നത് ആർക്കാണ്, വിഷ്വൽ ലേണേഴ്സിനാണ്. കണ്ടുകൊണ്ട് പഠിക്കുന്ന ആളുകൾ, ഒരു കാര്യത്തെ കണ്ടുകൊണ്ട് വിഷ്വലി എന്ത് ചെയ്യുന്നു, കണ്ടുകൊണ്ട് പഠിക്കുന്ന ആളുകൾക്കാണ് വിഷ്വൽ മീഡിയ ഒരു ഇൻസ്ട്രക്ഷണൽ മീഡിയ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. അടുത്തതാണ് മൾട്ടിമീഡിയാസ് എന്നറിയപ്പെടുന്നത്. മൾട്ടിമീഡിയ ഇൻസ്ട്രക്ഷണൽ മീഡിയയിൽ പെട്ടതാണ് മൾട്ടിമീഡിയ എന്നറിയപ്പെടുന്നത്. A combination of text, audio, video, images and animation typically in digital format. സാധാരണ രീതിയിൽ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ടെക്സ്റ്റിൻ്റെ ഓഡിയോ, വീഡിയോ, ഇമേജസ്, അനിമേഷൻസ് തുടങ്ങിയ രീതിയിലുള്ള ടൈപ്പ് ഓഫ് മീഡിയാസിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനെയാണ് എന്ത്, മൾട്ടിമീഡിയ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഓൺലൈൻ കോഴ്സസ്. ഇതിൽ മൾട്ടിമീഡിയ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ
ഓൺലൈൻ കോഴ്സുകളിൽ ഓൺലൈനായി നമ്മൾ പഠിക്കുന്ന കോഴ്സുകളിൽ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ, ഇമേജസ്, അനിമേഷൻ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ മീഡിയാസാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ലഭ്യമാകുന്നത്. സോ ഓൺലൈൻ കോഴ്സുകളിൽ മൾട്ടിമീഡിയ കണ്ടൻറ്റ് വരുന്നുണ്ട്. ഇൻ്ററാക്റ്റീവായിട്ടുള്ള ലെസൺസിൽ വളരെ ഇൻ്ററാക്റ്റീവായിട്ടുള്ള ലെസൺസുകൾ ഉണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിമീഡിയാസ് വരുന്നുണ്ട്. ഓക്കെ, സോ മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ ദാറ്റ് ഇൻ്റഗ്രേറ്റ് ഡിഫറെൻറ്റ് മീഡിയ ടൈപ്പ്, വ്യത്യസ്തമായിട്ടുള്ള മീഡിയ ടൈപ്പുകളെ എന്ത് ചെയ്യുന്നു ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് മൾട്ടിമീഡിയ പ്രസൻറ്റേഷനിലൂടെ. സോ മൾട്ടിമീഡിയ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇൻസ്ട്രക്ഷണൽ മീഡിയ. ഇൻസ്ട്രക്ഷണൽ മീഡിയയിൽ മൾട്ടിമീഡിയ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ വീഡിയോ മീഡിയ ആണ് മറ്റൊന്ന്. വീഡിയോ മീഡിയ, എഡ്യൂക്കേഷണൽ വീഡിയോസ്, ഡോക്യുമെൻ്ററീസ്, ഇൻസ്ട്രക്ഷണൽ ഫിലിംസ്, റെക്കോർഡഡ് ലെക്ചേഴ്സ്, ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ മീഡിയ ആണ്. അതൊരു ഇൻസ്ട്രക്ഷണൽ മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദിസ് മീഡിയ ക്യാൻ പ്രൊവൈഡ് റിയൽ വേൾഡ് സിനാരിയോസ്. ഇതെന്ത് ചെയ്യുന്നു, റിയൽ വേൾഡ് സിനാരിയോസിനെ പ്രസൻറ്റ് ചെയ്യുവാൻ ഈ മാധ്യമം, ഈ മീഡിയ സഹായിക്കുന്നുണ്ട്. വീഡിയോ മീഡിയ ഡെമോൺസ്ട്രേഷൻസിന്, അതുപോലെ വിഷ്വൽ എക്സ്പ്ലനേഷൻസിന്, കൺസെപ്റ്റുകളെ വിഷ്വലായിട്ട് എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോ മീഡിയ സഹായിക്കുന്നുണ്ട്. പിന്നെയോ ഇൻ്ററാക്റ്റീവ് മീഡിയ, അടുത്ത ഒന്നാണ് ഇത് ഇൻ്ററാക്റ്റീവ് മീഡിയ എന്നറിയപ്പെടുന്നത്. ലേണിംഗ് സോഫ്റ്റ്വെയർസ്, സിമുലേഷൻസ്, എഡ്യൂക്കേഷണൽ ഗെയിംസ് ആൻഡ് വിർച്വൽ ക്ലാസ് റൂം, ഇവയൊക്കെയാണ് ഇത് ഇൻ്ററാക്റ്റീവ് മീഡിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലേണിംഗ് സോഫ്റ്റ്വെയർസ്, പഠനത്തിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർസ്, സിമുലേഷൻ സോഫ്റ്റ്വെയർസ്, എഡ്യൂക്കേഷണൽ ഗെയിംസ്, വിർച്വൽ ക്ലാസ് റൂം, ഇവയൊക്കെ ഇൻ്ററാക്റ്റീവ് മീഡിയയിൽ ഉൾപ്പെട്ടതാണ്. ദിസ് അലോ സ്റ്റുഡൻസ് ടു ആക്റ്റീവ്ലി എൻഗേജ് വിത്ത് കണ്ടൻറ്റ്, മേക്ക് ഡിസിഷൻസ് ആൻഡ് പ്രാക്ടീസ് സ്കിൽസ് ഇൻ റിയൽ ടൈം. എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ഇൻട്രാക്റ്റീവ് മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു, വിദ്യാർത്ഥികളെ ആക്റ്റീവായിട്ടൊരു കണ്ടൻറ്റിൽ എൻഗേജ് ചെയ്യുവാനും ഡിസിഷൻസ് എടുക്കുവാനും റിയൽ ടൈമായിട്ട് യഥാസമയത്ത് എന്ത് ചെയ്യുക, റിയൽ ടൈമിൽ സ്കിൽസിനെ പ്രാക്ടീസ് ചെയ്യുവാനും എന്ത് ചെയ്യുന്നു, അനുവദിക്കുന്നുണ്ട്. പിന്നെയോ ഡിജിറ്റൽ മീഡിയ, വെബ്സൈറ്റ്, ഇ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ആൻഡ് ആപ്സ് ഡിസൈൻ ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ്, അതുപോലെ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ, വെബ്സൈറ്റുകളൊക്കെ ഡിജിറ്റൽ മീഡിയയിൽ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. ടൂൾസ് ലൈക്ക് ഗൂഗിൾ ക്ലാസ് റൂം പോലെയുള്ള ടൂൾസ്, അതുപോലെ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, അതുപോലെ അതൊക്കെ എന്താണ് ഈ ഒരു കാറ്റഗറിയിൽ എന്ത് ചെയ്യുന്ന വരുന്നതാണ്. വേർ റിസോഴ്സസ്, അസൈൻമെൻറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ് ആർ അസസ്ഡ് ഓൺലൈൻ. ഓൺലൈനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിസോഴ്സുകളും അസൈൻമെൻറ്റും ഡിസ്കഷനും എല്ലാം ആക്സസ് ചെയ്യപ്പെടുന്നത് ഈ ഡിജിറ്റൽ മീഡിയയിൽ. കോഴ്സറ, മൂക്ക് ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുവാനായിട്ട് എന്ത് ചെയ്യും സാധിക്കും. ഇനി യൂസസ് ഓഫ് മീഡിയ ഫോർ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ. ക്ലാസ് റൂം ഇൻസ്ട്രക്ഷനിൽ, ക്ലാസ് റൂമിൽ അധ്യാപകൻ നൽകുന്ന നിർദ്ദേശങ്ങൾ, അധ്യാപകൻ്റെ പ്രബോധന പ്രവർത്തനത്തിൽ മീഡിയ, മാധ്യമങ്ങളുടെ പങ്കെന്താണ്. വ്യത്യസ്തമായ മാധ്യമങ്ങളുണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയാസ് യൂസ്ഡ് ഇൻ ക്ലാസ് റൂം ഫോർ ദി ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ ആസ് എ ഇൻസ്ട്രക്ഷണൽ മീഡിയ. വ്യത്യസ്തമായ മാധ്യമങ്ങളുണ്ട്, വ്യത്യസ്തമായ മീഡിയാസ് ഉണ്ട്. ഈ മീഡിയാസിനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ക്ലാസ് റൂമിൽ ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മാസ് മീഡിയ ലൈക്ക് ന്യൂസ് പേപ്പേഴ്സ്, magazines, radio, television and the internet can all the valuable tools for classroom instruction. They provide diverse content, real world examples and the ability to reach students through various formats, making learning more engaging and accessible. മാസ് മീഡിയകളായിട്ടുള്ള ന്യൂസ് പേപ്പർ, മാഗസിൻ, റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ് എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്, ക്ലാസ് റൂം ഇൻസ്ട്രക്ഷനിൽ വഹിക്കുന്നുണ്ട്. ഇത് ഡൈവേഴ്സ് ആയിട്ടുള്ള കണ്ടൻറ്റുകളെയും വ്യത്യസ്തമായ ഉള്ളടക്കത്തെയും റിയൽ വേൾഡ് എക്സാം, യഥാർത്ഥ ലോകവുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മുന്നിലേക്ക് വ്യത്യസ്തമായ ഫോർമാറ്റുകളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. ആൻഡ് മേക്കിംഗ് ദ ലേണിംഗ് മോർ എൻഗേജിങ് ആൻഡ് ആക്സസിബിൾ. ലേണിങ്ങിനെ ഒന്നുകൂടി എൻഗേജിങ് ആക്കുവാനും എളുപ്പത്തിൽ ആക്സസിബിൾ ആക്കുവാനും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മീഡിയകളെല്ലാം എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മീഡിയകളും അതിൻ്റെ ഉപയോഗങ്ങളുമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള മീഡിയയാണ് ന്യൂസ് പേപ്പേഴ്സ് എന്നറിയപ്പെടുന്നത്. ന്യൂസ് പേപ്പർ ഈ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷണൽ മീഡിയ. ഇൻസ്ട്രക്ഷണൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഇത്, ഈ പറയപ്പെടുന്ന ന്യൂസ് പേപ്പേഴ്സ് എന്നറിയപ്പെടുന്നത്. ന്യൂസ് പേപ്പർ നമുക്കറിയാം, ന്യൂസ് പേപ്പർ ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ.
ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് ഓതൻറ്റിക് ആൻഡ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ. ഓതൻറ്റിക് ആയിട്ടുള്ള ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മീഡിയ ആണ് ഇത് ന്യൂസ് പേപ്പർ എന്നറിയപ്പെടുന്നത്. എനി ഇൻഫോർമേഷൻ വാസ് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ടഡ് ബൈ ന്യൂസ് പേപ്പേഴ്സ്. ഫോട്ടോഗ്രാഫ്സ്, റീസെൻറ്റ് സയൻറ്റിഫിക് ഇൻഫോർമേഷൻ, ന്യൂസ് സ്ട്രാറ്റജീസ് ആർ പബ്ലിഷ്ഡ് ബൈ ന്യൂസ് പേപ്പേഴ്സ്. അതായത് വ്യത്യസ്തമായ കാര്യങ്ങൾ എന്ത് ചെയ്യും, ന്യൂസ് പേപ്പറിലുണ്ടാവും. വാർത്തയുണ്ടാവും, ചിത്രങ്ങളുണ്ടാവും, അതിൻ്റെ സ്ട്രാറ്റജീസ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എ ന്യൂസ് പേപ്പർ കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ന്യൂസ്. വ്യത്യസ്തമായിട്ടുള്ള ന്യൂസുകളാണ് ഒരു പത്രത്തിലുണ്ടാവുക. ജനറൽ ന്യൂസ്, പൊളിറ്റിക്കൽ ന്യൂസ്, എഡ്യൂക്കേഷണൽ ന്യൂസ്, ഏരിയ ന്യൂസ്, വേൾഡ് ന്യൂസ്, സ്പോർട്സ് ന്യൂസ്, വെതർ ന്യൂസ്, ജോബ് ന്യൂസ് എന്ന് തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റുകളാണ് ഒരു ന്യൂസ് പേപ്പറിൽ ഉണ്ടാകുന്നത്. ദ കണ്ടൻറ്റ് ഓഫ് ദി ന്യൂസ് പേപ്പർ ഐറ്റംസ് റിലേറ്റഡ് ടു ദി സ്കൂൾ കരിക്കുലം. പലപ്പോഴും പത്രത്തിൽ വരുന്ന കണ്ടൻറ്റ്, ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മളെ സ്കൂളിലെ കരിക്കുലവുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്നാണ്. സോ ദ ടീച്ചർ ക്യാൻ യൂസ് ദ ന്യൂസ് ഇൻ ക്ലാസ് റൂം ആൻഡ് മേ യൂസ് എ ബുള്ളറ്റിൻ ബോർഡ് ടു ഡിസ്പ്ലേ ദ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. പത്രവാർത്തകൾ ടീച്ചർക്ക് തൻ്റെ പഠന ഭാഗമായിട്ട് ടീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ക്ലാസ് മുറികളിൽ ഉപയോഗിക്കാം. മാത്രമല്ല പത്ര കട്ടിങ്ങുകളെ ബുള്ളറ്റിൻ ബോർഡുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യാമെന്നാണ് പറയുന്നത്. സ്റ്റുഡൻസ് ക്യാൻ പ്രിപ്പയർ ഫയൽസ് ഓഫ് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഓൺ ഡിഫറെൻറ്റ് കൊമേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പിക്സ്. അതായത് വ്യത്യസ്തമായ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പേപ്പർ കട്ടിങ്ങുകൾ തയ്യാറാക്കാം. അതിനെ കട്ട് ചെയ്തിട്ട് ഫയലുകൾ തയ്യാറാക്കാം എന്നാണ് പറയുന്നത്. അസൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി സാധിക്കും ഈ ന്യൂസ് പേപ്പറിലുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്സ് എന്ന് പറയുന്നത്. ദെൻ എന്തെല്ലാമാണ് ന്യൂസ് പേപ്പറിൻ്റെ ഉപയോഗം? ക്ലാസ് റൂം ഇൻസ്ട്രക്ഷനിൽ ഒരു ഇൻസ്ട്രക്ഷണൽ മീഡിയ എന്നുള്ള രീതിയിൽ ന്യൂസ് പേപ്പറിൻ്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമത്തേതാണ് കറൻറ്റ് ഇവൻറ്റ്സ്. ന്യൂസ് പേപ്പർ പ്രൊവൈഡ് അപ് ടു ഡേറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ഗ്ലോബൽ, നാഷണൽ ആൻഡ് ലോക്കൽ ന്യൂസ്. അന്താരാഷ്ട്ര തലത്തിലുള്ള, ദേശീയ തലത്തിലുള്ള, അതുപോലെ ലോക്കലായിട്ടുള്ള, തദ്ദേശീയമായിട്ടുള്ള വാർത്തകളെ വളരെ വിശദമായിട്ട് അറിയുവാൻ ന്യൂസ് പേപ്പർ സഹായിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് ക്യാൻ യൂസ് ദം ടു ഡിസ്കസ് കറൻറ്റ് ഇവൻറ്റ്സ്. ടീച്ചേഴ്സിന് നിലവിലെ കറൻറ്റ് ഇവൻറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുവാൻ ഈ പത്രവാർത്തകൾ ഉപയോഗിക്കാം. ടു കണക്ട് ദ ലെസൺ ടു ദ റിയൽ വേൾഡ് ഇഷ്യൂസ്. യഥാർത്ഥ ലോകത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പാഠഭാഗങ്ങളെ കണക്റ്റ് ചെയ്യാം. ആൻഡ് ഡെവലപ്പ് സ്റ്റുഡൻസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ്. കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, അനലിറ്റിക്കൽ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുവാനും സാധിക്കും. റീഡിംഗ് കോംപ്രഹെൻഷൻ. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ഓഫർ വേരിയഡ് റൈറ്റിംഗ് സ്റ്റൈൽസ്. ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കിളുകളെല്ലാം തന്നെ വ്യത്യസ്തമായ റൈറ്റിംഗ് സ്റ്റൈലുകളാണ് ഓഫർ ചെയ്യുന്നത്. വിച്ച് ക്യാൻ ഇംപ്രൂവ് സ്റ്റുഡൻസ് റീഡിംഗ് കോംപ്രഹെൻഷൻ. അതെന്തിലേക്ക് നയിക്കുന്നു? സ്റ്റുഡൻസിൻ്റെ റീഡിംഗ് കോംപ്രഹെൻഷനെ ഇംപ്രൂവ് ചെയ്യുവാൻ, മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു. മാത്രമല്ല വൊക്കാബുലറിയെ, പദശ്രേണിയെ വിപുലീകരിക്കുവാനും അത് സഹായിക്കുന്നുണ്ട്. ഓക്കെ. റൈറ്റിംഗ് സ്കിൽസാണ് മറ്റൊന്ന്. സ്റ്റുഡൻസ് ക്യാൻ പ്രാക്ടീസ് റൈറ്റിംഗ് ആർട്ടിക്കിൾസ് ഓർ റിപ്പോർട്ട്സ് എമുലേറ്റിംഗ് ജേർണലിസ്റ്റിക് സ്റ്റൈൽസ്. ദിസ് ക്യാൻ ഹെൽപ്പ് ദം ടു ലേൺ അബൌട്ട് സ്ട്രക്ചർ, ടോൺ ആൻഡ് ഫാക്ട് ബേസ്ഡ് റൈറ്റിംഗ്. സോ ന്യൂസ് പേപ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് പേപ്പർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ആർട്ടിക്കിൾസും റിപ്പോർട്ടുകളൊക്കെ റൈറ്റ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുവാൻ സാധിക്കുന്നു. കുട്ടികളിൽ റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുവാൻ ന്യൂസ് പേപ്പർ സഹായിക്കുന്നു. ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്. Articles can be used to stimulate discussions on topics such as politics, social issues, economics and the environment. പത്രങ്ങളിലുള്ള ആർട്ടിക്കിളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും ഡിസ്കഷനുകളെ. വ്യത്യസ്തമായ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട, പൊളിറ്റിക്കലായിട്ടുള്ള, സോഷ്യൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട, എൻവയോൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ടോപ്പിക്കുകളിൽ ഡിസ്കഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുവാൻ ഈ പറയുന്ന ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ബെനിഫിറ്റുകൾ ഉപയോഗങ്ങൾ ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷണൽ മീഡിയയാണ് മാഗസിൻസ് എന്നറിയപ്പെടുന്നത്. മാഗസിനുകൾ എന്ന് പറയുന്നത് പത്രം പോലെ തന്നെ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള മീഡിയമാണ്. പ്രിൻ്റഡ് ആയിട്ടുള്ള മീഡിയയാണ്. അത് ഇൻസ്ട്രക്ഷണൽ മീഡിയ ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. എ മാഗസിൻ ഈസ് സംതിങ് ദാറ്റ് ലൈസ് ബിറ്റ്വീൻ എ ന്യൂസ് പേപ്പർ ആൻഡ് എ ബുക്ക്. ഒരു ബുക്കിൻ്റെയും ഒരു ന്യൂസ് പേപ്പറിൻ്റെയും ഇടയിലുള്ള ഒന്നാണ്
ഒരു മാഗസിൻ എന്ന് അറിയപ്പെടുന്നത്. അൺലൈക്ക് ദി ബുക്ക്, ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് പീരിയോഡിക്കലി. ബുക്കിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മാഗസിനുകൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നത് പീരിയോഡിക്കലിയാണ്. ഒരു ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മാഗസിനുകൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ബട്ട് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം എ ന്യൂസ് പേപ്പർ. പക്ഷേ എന്ത് ചെയ്യുന്നു, ഇത് എന്തിൽ നിന്ന് വ്യത്യസ്തമാണ്? ന്യൂസ് പേപ്പറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. കാരണം ഇറ്റ് ഡസ് നോട്ട് റിപ്പോർട്ട് ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓർ ഡേ ടു ഡേ ന്യൂസ്. ദിനംപ്രതിയുള്ള വാർത്തകൾ എന്ത് ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള മാഗസിനുകളിൽ എന്ത് ചെയ്യുന്നില്ല, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. സോ പ്രത്യേകമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, സോ വ്യത്യസ്തമായ മാഗസിനുകൾ നിലവിലുണ്ട്. ന്യൂസ് മാഗസിൻസ് ഉണ്ട്, അതുപോലെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാഗസിൻസ് ഉണ്ട്, കൾച്ചറൽ മാഗസിൻസ് ഉണ്ട്, ഇൻ്റലക്ച്വൽ മാഗസിൻസ് ഉണ്ട്, മാഗസിൻസ് ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള മാഗസിൻസ് ഉണ്ട്, മാഗസിൻസ് ഫോർ മെൻ, പുരുഷന്മാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള മാഗസിൻസ് ഉണ്ട്, മാഗസിൻസ് ഫോർ വുമൺ, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള മാഗസിൻസ് ഉണ്ട്, ബിസിനസ് മാഗസിൻസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ മാഗസിൻസ് ഉണ്ട്. സോ ഇത്തരത്തിൽ വ്യത്യസ്തമായ മാഗസിനുകൾ എന്താണ് നമുക്ക് ലഭ്യമാണ്. സോ ഇത്തരത്തിലുള്ള മാഗസിനുകളിൽ നിന്നുള്ള കണ്ടൻറ്റുകൾ നമ്മളുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായി നമുക്ക് ഉപയോഗപ്പെടുത്തുവാനായി സാധിക്കും. പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ മാഗസിൻസ്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി മാഗസിനുകളുണ്ട്. അതിൽ നിന്നുള്ള കണ്ടൻറ്റുകളെ ഒരു ടീച്ചർക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇൻസ്ട്രക്ഷണൽ മീഡിയമായിട്ട് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. നോക്കാം എന്തെല്ലാമാണ് എഡ്യൂക്കേഷണൽ മാഗസിൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാഗസിനുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, എന്തെല്ലാം ബെനിഫിറ്റുകളാണെന്നുള്ളത് നോക്കാം. യൂസസ്. മാഗസിൻ ഓഫൺ ഫോക്കസ് ഓൺ സ്പെസിഫിക് സബ്ജക്റ്റ്. മാഗസിനുകൾ സാധാരണ രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത്, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളിലാണ്, പ്രത്യേക വിഷയങ്ങളിലാണ്. സയൻസ്, ഹിസ്റ്ററി, ആർട്സ്, കൾച്ചർ പോലെയുള്ളവ. ദീസ് റിസോഴ്സസ് ആർ ഗ്രേറ്റ് ഫോർ ഡീപ്പ് dives into particular topics, allowing students to explore subjects that are not part of their textbook. ടെക്സ്റ്റ് ബുക്കുകളുടെ ഭാഗമല്ലാത്ത കാര്യങ്ങൾ അത് ഏതിലുണ്ടാവും, ഇത്തരത്തിലുള്ള മാഗസിനുകൾ ഉണ്ടാവും. കാരണം മാഗസിനുകൾ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ടെക്സ്റ്റ് ബുക്കുകളില്ലാത്ത ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ നേടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വിദ്യാർത്ഥികൾക്ക് മാഗസിൻ ഒരു റിസോഴ്സായിട്ട് ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പെർട്ടിക്കുലർ ടോപ്പിക്സിലുള്ള എക്സ്ട്രാ നോളജിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന മാഗസിനുകൾ എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. കാരണം മാഗസിൻസ് ആർ ഫോക്കസ്ഡ് ഓൺ സ്പെഷ്യലൈസ്ഡ് കണ്ടൻറ്റ്. ഓക്കെ, പിന്നെയോ ഇറ്റ് പ്രൊവൈഡ്സ് എ വെറൈറ്റി ഓഫ് റീഡിംഗ് മെറ്റീരിയൽസ്. വ്യത്യസ്തമായിട്ടുള്ള റീഡിംഗ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാഗസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് എ വെറൈറ്റി ഓഫ് റീഡിംഗ് മെറ്റീരിയൽസ് വിച്ച് എക്സ്പോസസ് children to literary genres including poetry, photo stories, short stories, fiction, non-fiction, current event articles, etc. ഒരു മാഗസിൻ എന്ന് പറയുമ്പോൾ അതിൽ പോയട്രി ഉണ്ടാവാം, ഫോട്ടോ സ്റ്റോറീസ് ഉണ്ടാവാം, ഷോർട്ട് സ്റ്റോറീസ് ഉണ്ടാവാം, ഫിക്ഷൻസ് ഉണ്ടാവാം, നോൺ ഫിക്ഷൻസ് ഉണ്ടാവാം, കറൻറ്റ് ഇവൻറ്റ് ആർട്ടിക്കിൾസ് ഉണ്ടാവാം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് റീഡിംഗ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, മാഗസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് ഒരു ഇൻസ്ട്രക്ഷണൽ മീഡിയം എന്നുള്ള രീതിയിൽ മാഗസിൻ്റെ. പിന്നെയോ അടുത്തതാണ് വിഷ്വൽ ലിറ്ററസി എന്നറിയപ്പെടുന്നത്. മെനി മാഗസിൻ യൂസസ് എ കോമ്പിനേഷൻ ഓഫ് ഇമേജസ്, ഇൻഫോഗ്രാഫിക്സ്, ആർട്ടിക്കിൾസ്. അതായത് ഭൂരിഭാഗം മാഗസിനുകളും ചിത്രങ്ങളുടെയും ഇൻഫോഗ്രാഫിക്സുകളുടെയും ആർട്ടിക്കിൾസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ദിസ് ഹെൽപ്സ് സ്റ്റുഡൻസ് ഡെവലപ്പ് വിഷ്വൽ ലിറ്ററസി. ഇതെന്ത് ചെയ്യുന്നു, വിദ്യാർത്ഥികളിൽ വിഷ്വൽ ലിറ്ററസി ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. വേർ ദേ ലേൺ ടു ഇൻ്റർപ്രറ്റ് ഇമേജസ് ആൻഡ് ഗ്രാഫിക്സ് അലോങ് വിത്ത് ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഗ്രാഫിക്സിനെയും ഇമേജസിനെയും എന്ത് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുവാനുള്ള ഒരു കഴിവ് ഇതിലൂടെ വിദ്യാർത്ഥികൾ നേടിയെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് സപ്ലിമെൻറ്റ്സ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ ബൈ പ്രൊവൈഡിങ് അഡീഷണൽ മെറ്റീരിയൽസ് ഇൻ ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. വ്യത്യസ്തമായ വിഷയങ്ങളിൽ അഡീഷണൽ മെറ്റീരിയലുകൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാഗസിൻസ്. അതിലൂടെ എന്ത് ചെയ്യുന്നു, ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടുള്ള അഡീഷണൽ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെയോ അടുത്തതാണ് റൈറ്റിംഗ് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത്. മാഗസിൻ്റെ യൂസസ് ആണ്. സ്റ്റുഡൻസ് ക്യാൻ ക്രിയേറ്റ് ദെയർ ഓൺ മാഗസിൻ ആർട്ടിക്കിൾസ് ഓർ ഡിസൈൻ ലേഔട്ട്. കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവരുടെ സ്വന്തം മാഗസിൻ ആർട്ടിക്കിൾസും ഡിസൈൻ ലേഔട്ടും ഒക്കെ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ദിസ് എൻകറേജസ് ക്രിയേറ്റിവിറ്റി.
ഇതെന്ത് ചെയ്യുന്നു? ക്രിയേറ്റിവിറ്റിക്ക് കാരണമാകുന്നു. പിന്നെയോ ഇംപ്രൂവ്സ് റൈറ്റിംഗ് സ്കിൽ, വിദ്യാർത്ഥികളുടെ റൈറ്റിംഗ് സ്കില്ല് മെച്ചപ്പെടുത്തുന്നു. പിന്നെയോ അലോ സ്റ്റുഡൻറ്റ് ടു ലേൺ അബൌട്ട് ദ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി, പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനും എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഓക്കെ. പിന്നെയോ ഇത് കുട്ടികളിൽ വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുകൾ, ഓൾറെഡി പറഞ്ഞ പോലെ റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഇൻക്ലൂഡ്സ് റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ദാറ്റ് റീഇൻഫോഴ്സ് റീഡിംഗ് സ്കിൽസ് ആൻഡ് ഇംപ്രൂവ് ഗ്രാമർ, മാഗസിൻസ് ഗ്രാമർ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എക്സസൈസസ് ദാറ്റ് ഡെവലപ്പ് സ്പെല്ലിംഗ്, വെക്കാബുലറി ആൻഡ് വേർഡ് അനാലിസിസ് സ്കിൽസ്, പസിൽസ്, ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് റീസണിങ് പവർ, ക്രിട്ടിക്കൽ തിങ്കിങ്ങും റീസണിങ് പവറും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികളിൽ, വിദ്യാർത്ഥികളിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെയോ റിസർച്ച്, മാഗസിൻ ഓഫൺ ഹാവ് ആർട്ടിക്കിൾസ് റിട്ടൺ ബൈ എക്സ്പേർട്ട് പ്രൊവൈഡിങ് റിലയബിൾ സോഴ്സസ് ഫോർ റിസർച്ച് പ്രൊജക്റ്റ്, എസ്സേസ് ആൻഡ് പ്രസൻറ്റേഷൻ. മാഗസിനുകളിൽ എന്ത് ചെയ്യും? എക്സ്പേർട്ടായിട്ടുള്ള, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ എഴുതിയ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ടാവും. ഇവ എന്ത് ചെയ്യുന്നു? ഇറ്റ് പ്രൊവൈഡ്സ് റിലയബിൾ റിസോഴ്സസ് ഫോർ റിസർച്ച് പ്രൊജക്റ്റ്, എസ്സേ, പ്രസൻറ്റേഷൻ. റിസർച്ച് പ്രൊജക്റ്റുകൾക്കും എസ്സേകൾക്കും പ്രസൻറ്റേഷനുകൾക്കും ആവശ്യമായിട്ടുള്ള റിലയബിൾ സോഴ്സുകളായിട്ട് എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ എക്സ്പേർട്ടുകൾ മാഗസിനുകളിൽ എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ്? മാഗസിൻസിൻ്റെ യൂസാണ്. സോ മാഗസിനുകൾ എന്ത് ചെയ്യുന്നു? പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷണൽ മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നു. അതായത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, സപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു മീഡിയമായിട്ട് എന്ത് ചെയ്യുന്നു? മാഗസിൻ ഉപയോഗിക്കുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നു? വിദ്യാർത്ഥികൾക്ക് നിരവധി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അറിവുകൾ നേടാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതാണ് മാഗസിൻ എന്ന് പറയുമ്പോൾ ഓർത്തു വയ്ക്കേണ്ടത്. അടുത്തതാണ് റേഡിയോ. റേഡിയോ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള, കൺവീനിയൻ്റ് ആയിട്ടുള്ള, ഏത് റിമോട്ട് ഏരിയയിലും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മീഡിയമാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയമാണെന്ന് പറയാൻ സാധിക്കും. സോ റേഡിയോ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടീച്ചിങ് എയ്ഡ് ഫോർ എനി സബ്ജക്റ്റ്. ഏതൊരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം റേഡിയോ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് എയ്ഡാണ്. ത്രൂ റേഡിയോ ഈസ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ദീസ് ഡേയ്സ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ടീച്ചിങ് പർപ്പസസ്. സാധാരണ രീതിയിൽ വിനോദോപാധിയായിട്ടാണ് നമ്മൾ റേഡിയോയെ പരിഗണിച്ചു വന്നിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? റേഡിയോ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ടീച്ചിങ് പർപ്പസിന് വേണ്ടിയിട്ട്, ടീച്ചിങ് ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. എ കോംപ്രഹെൻസീവ് കോഴ്സ് ഇൻ ലാംഗ്വേജ് ക്യാൻ ഓൾസോ പ്രസൻറ്റഡ് ത്രൂ റേഡിയോ. റേഡിയോയിലൂടെ എന്ത് ചെയ്യാറുണ്ട്? സമഗ്രമായിട്ടുള്ള കോഴ്സുകൾ, ഭാഷയുമായി ബന്ധപ്പെട്ട സമഗ്രമായ കോഴ്സുകൾ എന്ത് ചെയ്യാറുണ്ട്? റേഡിയോയിലൂടെ അവതരിപ്പിക്കപ്പെടാറുണ്ട്. സോ റേഡിയോ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് ഓൾ ഇന്ത്യ റേഡിയോ, BBC മുതലായവ നമുക്കറിയാവുന്ന റേഡിയോ ശൃംഖലകളാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി എന്തെല്ലാമാണ് റേഡിയോ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നൽകുന്ന അതിൻ്റെ ഉപയോഗങ്ങളെന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ യൂസസ് ഓഫ് റേഡിയോ ഇൻ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ? ക്ലാസ് റൂം ഇൻസ്ട്രക്ഷനിൽ റേഡിയോയുടെ പങ്ക് എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, a radio is very useful to the language teacher because it brings expert language teaching whose instruction will be quite helpful to the students. ഒരു റേഡിയോ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമാണ്. കാരണം ലാംഗ്വേജ് ടീച്ചിങ്ങിൽ എന്ത് ചെയ്യാം? വളരെയധികം ഉപകാരപ്രദമാവുന്നുണ്ട് ഇത്. പിന്നെയോ ഓൾ കൈൻഡ് ഓഫ് ലിസണേഴ്സ് അറ്റ് ഓൾ പ്ലേസസ് ക്യാൻ യൂസ് ദ റേഡിയോ പ്രോഫിറ്റബിളി. എല്ലാ സ്ഥലത്തുള്ള എല്ലാ ലിസണേഴ്സിനും എന്ത് ചെയ്യാം? ഈ റേഡിയോ ഉപയോഗിക്കുവാനായിട്ട് എന്ത് ചെയ്യും? സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ. സോ മാത്രമല്ല, ഓൾ ഇന്ത്യ റേഡിയോ ബ്രോഡ്കാസ്റ്റ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ആൻഡ് ദേ ഓൾസോ ഗീവ് ദ ടോപ്പിക്, ഡേറ്റ് ആൻഡ് ടൈം ഇൻ അഡ്വാൻസ് വിച്ച് ഈസ് വെരി ഹെൽപ്ഫുൾ. സോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നിരവധി പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾ ഇന്ത്യ റേഡിയോ അവതരിപ്പിക്കുന്നുണ്ട്. അത് വളരെ ഉപകാരപ്രദമാണ്. ഇറ്റ് ഈസ് വെരി ആക്സസിബിൾ ആൻഡ് വൈഡ് കവറേജ്. എളുപ്പത്തിൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒന്നാണ് റേഡിയോ എന്നറിയപ്പെടുന്നത്. വൈഡ് കവറേജ്, വിവിധ സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുക? വളരെ വിശാലമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വൈഡ് കവറേജ് ലഭിക്കുന്ന ഒന്നാണ് ഇത് റേഡിയോ. റിമോട്ട് ഏരിയാസിൽ പോലും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇത് ഈ പറയപ്പെടുന്ന റേഡിയോ എന്നുള്ളത്. സോ പിന്നെ പറയുന്നത് എന്താ? ലിസണിങ് സ്കിൽസ് ആണ്. റേഡിയോ ക്യാൻ ഇംപ്രൂവ് സ്റ്റുഡൻസ് ലിസണിങ് കോംപ്രഹെൻഷൻ ബൈ റിക്വയറിങ് ദം ടു ഫോക്കസ് ഓൺ ഓഡിയോ കണ്ടൻറ്റ്. ഓഡിയോ കണ്ടൻറ്റിൽ ഫോക്കസ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു?
കുട്ടികളുടെ ലിസണിങ് കോംപ്രഹെൻഷൻ സ്കില്ല് എന്ത് ചെയ്യുന്നു, ഇമ്പ്രൂവ് ചെയ്യുന്നു റേഡിയോ ഉപയോഗിക്കുന്നതിലൂടെ. ടീച്ചേഴ്സ് ക്യാൻ പ്ലേ റേഡിയോ സെഗ്മെൻറ്റ്സ്. ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം, റേഡിയോ സെഗ്മെൻറ്റുകൾ എന്ത് ചെയ്യാം, പ്ലേ ചെയ്യുവാൻ സാധിക്കും. അതായത് ന്യൂസ്, റേഡിയോ ന്യൂസ്, ഇൻ്റർവ്യൂസ്, എഡ്യൂക്കേഷണൽ പോഡ്കാസ്റ്റ് മുതലായവ എന്ത് ചെയ്യാം, ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് കേൾപ്പിക്കുവാൻ സാധിക്കും. ആൻഡ് ഹാവ് സ്റ്റുഡൻസ് സമ്മറൈസ് ഓർ ഡിസ്കസ് വാട്ട് ദേ ഹേർഡ്. എന്നിട്ട് ആ കേട്ടതിൻ്റെ ഒരു സമ്മറിയോ ആ കേട്ട കാര്യത്തിൻ്റെ മുകളിൽ ഡിസ്കഷനോ എന്ത് ചെയ്യുക, കുട്ടികൾക്കിടയിൽ നടത്തുവാനും അധ്യാപകന് സാധിക്കും. സോ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുവാൻ സാധിക്കും റേഡിയോ ഉപയോഗിക്കുന്നതിലൂടെ. പിന്നെയോ കൾച്ചറൽ എക്സ്പോഷർ, സാംസ്കാരികമായിട്ടുള്ള ഒരു എക്സ്പോഷർ ലഭിക്കുക. ത്രൂ റേഡിയോ സ്റ്റുഡൻസ് ക്യാൻ ലിസൺ ടു ബ്രോഡ്കാസ്റ്റ് ഫ്രം ഡിഫറെൻറ്റ് റീജൻ. വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ബ്രോഡ്കാസ്റ്റുകൾ എന്ത് ചെയ്യാം, റേഡിയോയിലൂടെ വിദ്യാർത്ഥികൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. വ്യത്യസ്തമായ കൾച്ചറിലുള്ള ബ്രോഡ്കാസ്റ്റുകൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് കേൾക്കുവാനായി സാധിക്കും. പിന്നെയോ വ്യത്യസ്തമായ ഭാഷയിലുള്ള ബ്രോഡ്കാസ്റ്റുകൾ കുട്ടികൾക്ക് കേൾക്കുവാൻ സാധിക്കും. ഓഫറിങ് എ ബ്രോഡർ പെർസ്പെക്റ്റീവ് ഓൺ ഗ്ലോബൽ ഇഷ്യൂസ് ആൻഡ് ഡൈവേഴ്സിറ്റി. ലോകത്തുള്ള ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങൾ, ആഗോളതലത്തിലുള്ള ഡൈവേഴ്സിറ്റീസ്, വൈവിധ്യങ്ങൾ, ഇതിലൊരു വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് നൽകുവാൻ ഇത്തരത്തിൽ റേഡിയോയിലൂടെ സാധിക്കും. വ്യത്യസ്തമായ റീജിയനിലുള്ള, കൾച്ചറിലുള്ള, ലാംഗ്വേജിലുള്ള ബ്രോഡ്കാസ്റ്റുകൾ നടക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു വിശാലമായ കാഴ്ചപ്പാട് കുട്ടികൾക്ക് ഗ്ലോബൽ ഇഷ്യൂസിലും ഡൈവേഴ്സിറ്റിയിലും ഓഫർ ചെയ്യുവാൻ ഈ പറയുന്ന റേഡിയോയിലൂടെ സാധിക്കും. പിന്നെയോ ലാംഗ്വേജ് ലേണിംഗ്. റേഡിയോ ഈസ് എസ്പെഷ്യലി ബെനിഫിഷ്യൽ ഫോർ ലാംഗ്വേജ് ലേണേഴ്സ്. റേഡിയോ എന്ന് പറയുന്നത് എന്താണ്, ലാംഗ്വേജ് ലേണേഴ്സിന് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ്. ഇത് എക്സ്പോസസ് സ്റ്റുഡൻസ് ടു നേറ്റീവ് സ്പീക്കേഴ്സ് ആക്സെൻറ്റ്സ് ആൻഡ് കൊളോക്കിയൽ എക്സ്പ്രഷൻസ്. എന്ത് ചെയ്യുന്നു, ഈ കുട്ടികൾക്ക് നേറ്റീവ് സ്പീക്കേഴ്സിനെ എക്സ്പോസ് ചെയ്യുവാൻ, വിവിധ ആക്സെൻറ്റുകളെ എക്സ്പോസ് ചെയ്യുവാൻ, കൊളോക്കിയലായിട്ടുള്ള പല എക്സ്പ്രഷൻസിനെയും എക്സ്പോസ് ചെയ്യുവാനുള്ള ഒരവസരമാണ് റേഡിയോകളിലൂടെ എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. പിന്നെയോ ക്രിയേറ്റീവ് പ്രൊജക്ട്സ്. സ്റ്റുഡൻസ് ക്യാൻ ക്രിയേറ്റ് ദെയർ ഓൺ റേഡിയോ ഷോസ് ഓർ പോഡ്കാസ്റ്റ്. കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവരുടെ തന്നെ റേഡിയോകളോ റേഡിയോ ഷോകളോ പോഡ്കാസ്റ്റുകളോ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വിച്ച് എൻകറേജസ് ടീം വർക്ക്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സൗണ്ട് എഡിറ്റിംഗ് ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. അതിലൂടെ എന്ത് ചെയ്യുന്നു, ടീം വർക്ക്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സൗണ്ട് എഡിറ്റിംഗ്, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ പോലെയുള്ള സ്കില്ലുകളെല്ലാം എൻകറേജ് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഒട്ടുമിക്ക സ്കൂളുകളിലും സ്കൂൾ റേഡിയോ എന്ന് പറയുന്ന സംവിധാനമൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. അടുത്ത ഒരു ക്ലാസ് റൂം ഇൻസ്ട്രക്ഷണൽ മീഡിയമാണേത്, അല്ലെങ്കിൽ മീഡിയയാണേത്, ടെലിവിഷൻ എന്നറിയപ്പെടുന്നത്. ടെലിവിഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ടെലിവിഷൻ എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഹാസ് റെവല്യൂഷനൈസ്ഡ് ദ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ് ആൻഡ് ലേണിങ്ങിൽ വളരെയധികം റെവല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു മീഡിയമാണ് ഇത് ടെലിവിഷൻ എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ കൺവീനിയൻറ്റ് മീഡിയം ഓഫ് ടീച്ചിങ് ലാർജ് ക്രോസ് സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ. സോ ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മീഡിയമാണ്, ഒക്കെ ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ. ഇറ്റ് കമ്പൈൻസ് ദ ബെസ്റ്റ് ഓഫ് റേഡിയോ ആൻഡ് മോഷൻ പിക്ചേഴ്സ്. മോഷൻ പിക്ചേഴ്സിൻ്റെയും റേഡിയോയുടെയും വളരെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒന്നാണ് ഇത് ടെലിവിഷൻസ് എന്ന് അറിയപ്പെടുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെലിവിഷൻ ചാനൽ. വ്യത്യസ്തമായ ടെലിവിഷൻ ചാനലുകൾ ഇന്ന് ലഭ്യമാണ് ഓൺ സ്പെസിഫിക് കണ്ടൻറ്റ്, വിത്ത് സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടൻറ്റ്. നവഡേയ്സ് ഇറ്റ് ഹാസ് ബിക്കം മോസ്റ്റ് റീസെൻറ്റ് ഓഡിയോ വിഷ്വൽ എയ്ഡ് ഫോർ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നു, ടെലിവിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡായിട്ട് പരിഗണിക്കുന്നുണ്ട്. ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ നൽകുന്നതിലുള്ള ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ടെലിവിഷനെ ഉപയോഗപ്പെടുത്തുന്നു. ദിസ് ഈസ് എ മൾട്ടി സെൻസറി ഓഡിയോ വിഷ്വൽ എയ്ഡ് വിച്ച് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് ഫോർ ലാംഗ്വേജ് ടീച്ചിങ്. ലാംഗ്വേജ് ടീച്ചിങ്ങിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇത് ഈ പറയുന്നത്. ഓക്കെ. സോ വ്യത്യസ്തമായ ടെലിവിഷൻ പ്രോഗ്രാമുകളും ചാനലുകളുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിലവിലുണ്ട്. ഓക്കെ. പ്രധാനമായിട്ടും സെക്കൻഡറി സ്കൂൾ ടെലിവിഷൻ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നിലവിൽ ഇന്ത്യയിലുണ്ട്. അതുപോലെ ഡൽഹി അഗ്രികൾച്ചർ ടെലിവിഷൻ പ്രൊജക്റ്റ് എന്ന് പറയുന്ന, കൃഷി ദർശൻ എന്ന് പറയുന്ന പ്രോഗ്രാം.
അതുപോലെ സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന സൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകളുണ്ട്. ഓക്കെ, പിന്നെയോ എഡ്യൂക്കേഷണൽ ടെലിവിഷൻ. അടുത്തൊരു കൺസെപ്റ്റാണ് എഡ്യൂക്കേഷണൽ ടെലിവിഷൻ എന്നറിയപ്പെടുന്നത്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ടെലിവിഷൻ. ദ ടെലിവിഷൻ ഈസ് കോൾഡ് ദ ക്വീൻ ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മാസ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് അപ്പീൽസ് ബോത്ത് ദ ഐ ആൻഡ് ഇയർ. ദർ ആർ 3 ടൈപ്പ് ഓഫ് ടെലിവിഷൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. വ്യത്യസ്തമായിട്ടുള്ള 3 എഡ്യൂക്കേഷണൽ ടെലിവിഷൻ പ്രോഗ്രാമുകളാണ് നിലവിലുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടീച്ചിങ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമുകളാണ്. മറ്റൊന്ന് സപ്ലിമെൻ്ററി എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമുകളാണ്. മറ്റൊന്ന് ഡെമോൺസ്ട്രേഷൻ ടൈപ്പ് പ്രോഗ്രാമുകളാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് കൈറ്റ് എന്ന് പറയുന്ന ചാനലാണ്. നമുക്കറിയാലോ, കേരള ഗവൺമെൻറ്റിൻ്റെ കൈറ്റ് എന്ന് പറയുന്ന ചാനൽ. കൊറോണ കാലത്ത് എന്ത് ചെയ്യുന്നു, ഭൂരിഭാഗം കുട്ടികളും പഠിച്ചിരുന്നത് കൈറ്റ് എന്ന് പറയുന്ന ചാനലിനെ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു. ഓക്കെ, സോ എഡ്യൂക്കേഷണൽ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ ആ കൈറ്റ് ചാനൽ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ എന്നാണ് വിളിക്കുക. അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ദെൻ എന്തെല്ലാമാണ് ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷണൽ മീഡിയം ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഉപയോഗങ്ങൾ എന്ന് നോക്കാം. യൂസസ് ഓഫ് ദി മീഡിയംസ് ഓർ മീഡിയാസ് ഇൻ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ. അതിൽ ഒന്നാമതായി പറയുന്നത് വിഷ്വൽ ലേണിംഗ് ആണ്. വിഷ്വൽ ലേണിംഗ് ആണ് സാധ്യമാകുന്നത്. TV ഷോസ് ആൻഡ് ഡോക്യുമെൻ്ററീസ് ക്യാൻ വിഷ്വലി ഡെമോൺസ്ട്രേറ്റ് കൺസെപ്റ്റ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ഇൻ ട്രഡീഷണൽ ക്ലാസ് റൂം സെറ്റിംഗ്. പരമ്പരാഗതമായ ക്ലാസ് മുറികളിലെ അന്തരീക്ഷത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ പ്രയാസമുള്ള, വിവരിക്കുവാൻ പ്രയാസമുള്ള കൺസെപ്റ്റുകളെ, ആശയങ്ങളെ വിഷ്വലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, TV ഷോകളും ഡോക്യുമെൻ്ററീസും സഹായിക്കുന്നു. സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റുകളാവാം, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആവാം, ആർട്ടിസ്റ്റിക് ടെക്നിക്കുകളാവാം. ഇതൊക്കെ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമുള്ളവയാണെങ്കിൽ ഇതിനെ എളുപ്പത്തിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാൻ, വിഷ്വലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു. പിന്നെയോ എൻഗേജ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ. എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ലൈക്ക് നാച്ചുറൽ ഡോക്യുമെൻ്ററീസ്, ഹിസ്റ്റോറിക്കൽ റീനാക്ട്മെൻറ്റ്സ്, ഇൻ്റർവ്യൂസ് വിത്ത് എക്സ്പേർട്സ് ക്യാൻ കീപ് സ്റ്റുഡൻസ് എൻഗേജ്ഡ് ആൻഡ് എക്സൈറ്റഡ് അബൌട്ട് ലേണിംഗ്. സോ ടെലിവിഷൻ പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ എൻഗേജ്ഡ് ആയിട്ടും മോട്ടിവേറ്റഡ് ആയിട്ടും നിലനിർത്തുന്നു. പിന്നെയോ ക്രിട്ടിക്കൽ വ്യൂയിങ്. ടെലിവിഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ടീച്ച് സ്റ്റുഡൻസ് ഹൗ ടു ക്രിട്ടിക്കലി അനലൈസ് മീഡിയ മെസ്സേജസ്. ടെലിവിഷൻ എന്ത് ചെയ്യുന്നു, ടീച്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്, കുട്ടികളെ പഠിപ്പിക്കാൻ. ഹൗ ക്രിട്ടിക്കലി അനലൈസ് മീഡിയ മെസ്സേജസ്. മീഡിയ മെസ്സേജുകളെ എങ്ങനെ ക്രിട്ടിക്കലായിട്ട് ഉപയോഗപ്പെടുത്താമെന്നതിന് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, ഈ ടെലിവിഷൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ടീച്ചേഴ്സ് ക്യാൻ ഷോ പ്രോഗ്രാംസ് ആൻഡ് ഡിസ്കസ് ഹൗ ദ മീഡിയ പ്രസൻസ് ഇൻഫോർമേഷൻ. ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം, ടീച്ചേഴ്സ് വിദ്യാർത്ഥികൾക്ക് എന്ത് കാണിച്ചു കൊടുക്കാം, ടെലിവിഷൻ പ്രോഗ്രാമുകൾ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷൻ വെക്കാം. എന്തിനു മുകളിൽ, ഹൗ ദ മീഡിയ പ്രസൻറ്റ് ഇൻഫോർമേഷൻ. ഒരു മീഡിയ മാധ്യമം എങ്ങനെയാണ് വിവരങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇൻ്ററാക്റ്റീവ് ലെസൺസ്. സം TV ഷോസ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ സച്ച് ആസ് ക്വിസ് ഷോസ്, ടാലൻറ്റ് ഷോസ്, പ്രോബ്ലം സോൾവിങ് ചലഞ്ചസ് എക്സെട്ര. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, സാധ്യമാകുന്നുണ്ട്. പിന്നെയോ ഇത് ഒരേ സമയം ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുക, അറിവ് പകരാൻ സാധിക്കുന്നു എന്നാണ്. എ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ക്യാൻ ഗിവ് ഇൻഫർമേഷൻ അറ്റ് എ ടൈം. ഒരു സമയത്തിൽ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുവാൻ സാധിക്കും. പിന്നെയോ ഇറ്റ് ക്യാൻ ഹെൽപ്പ് സപ്ലിമെൻറ്റ് ക്ലാസ് റൂം ഓറൽ ടീച്ചിങ്. ക്ലാസ് റൂമിലെ ഓറൽ ടീച്ചിങ്ങിനെ സപ്ലിമെൻറ്റ് ചെയ്യുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമത്തെ ഉപയോഗപ്പെടുത്താം. ഇറ്റ് ഡെവലപ്സ് ഇൻ ദം പോസിറ്റീവ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ടുവാർഡ്സ് ഫോറിൻ ലാംഗ്വേജ്. ഫോറിൻ ലാംഗ്വേജിനോട് ഒരു സെൽഫ് കോൺഫിഡൻസും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കൺസെപ്റ്റും ഒരു മൈൻഡ് സെറ്റും ക്രിയേറ്റ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, ഈ ടെലിവിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ടെലിവിഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ടെല്ലിംഗ് സ്റ്റോറീസ്, ടീച്ചിങ് ഓഫ് സ്ട്രക്ചേഴ്സ് ആൻഡ് സെൻറ്റൻസസ്, ദെയർ ഫോംസ് ആൻഡ് പാറ്റേൺസ്. ടെലിവിഷനുകൾ എന്ത് ചെയ്യാം, കഥകൾ പ്രസൻറ്റ് ചെയ്യുവാനും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുവാനും വെക്കാബുലറീസ് പഠിപ്പിക്കുവാനും പങ്ക്ച്വേഷൻസ് പഠിപ്പിക്കുവാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്തുവാനായിട്ട് എന്ത് ചെയ്യും, സാധിക്കും. സോ ലിസണിങ്, സ്പീക്കിംഗ്, അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റീസ് എന്ത് ചെയ്യും, മെച്ചപ്പെടുത്തുവാൻ ടെലിവിഷൻ എന്ന മാധ്യമത്തിലൂടെ എന്ത് ചെയ്യും, സാധിക്കും.
ദൂരദർശൻ പ്രോഗ്രാമുകൾ ഒക്കെ ഉദാഹരണമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. പിന്നെ ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് വൺ വേ കമ്മ്യൂണിക്കേഷൻ ഓൺലി. ടെലിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. പിന്നെയോ സ്ലോ ലേണേഴ്സ് കനോട്ട് കോപ്പ് അപ്പ് വിത്ത് ഇറ്റ്. സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ, പഠിക്കുവാൻ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ കൺസെപ്റ്റ് ടെലിവിഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് കൺസെപ്റ്റുകളെ മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. പിന്നെയോ ഇതിൻ്റെ ടീച്ചിങ്ങിൽ എപ്പോഴും എന്ത് ചെയ്യുക, ഈ പറയുന്ന പ്രോഗ്രാമുകൾ നമ്മൾ ടീച്ചിങ്ങിൻ്റെ സമയത്ത് തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവണമെന്നും നിർബന്ധമില്ല. പിന്നെയോ പുവർ ആക്സസിബിലിറ്റി. പലപ്പോഴും എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഈ ടെലിവിഷൻ സൗകര്യങ്ങളൊക്കെ ആക്സസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അത് പ്രധാനപ്പെട്ട ഒരു പോരായ്മകളാണ്. അതുപോലെ വിഷ്വൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം. ഇതൊക്കെ പോരായ്മകളായിട്ട് നമുക്ക് പറയാം. സോ ഇതാണ് ടെലിവിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനുള്ളത്.